പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമദിവ്യകാരുണ്യനാഥനിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിലെ 4-ാമത്തെ ആഴ്ചയിൽ മാർച്ച് മാസം 31-ാം തീയതി തിങ്കളാഴ്ച ഈ രാത്രി ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ, ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ച് സുഖനിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈശോയോടൊപ്പം നമ്മൾ ബത്സദ കുളക്കടവിലാണ്. ഇതൊരു വ്യത്യസ്തമായ ഒരു രോഗശാന്തി ശുശ്രൂഷയാണ്. 38 വർഷമായി തളർവാദം പിടിപെട്ട രോഗി. അവൻ കിടക്കുന്ന ഇടം ഹൗസ് ഓഫ് മേഴ്സി, ബത്സദ, ഈ കരുണയുടെ ഇടത്തിലാണ് അവൻ കിടക്കുന്നത്. സൗഖ്യദായകനായ മാലാഖ ഈ കുളത്തിൽ ഇറങ്ങി വെള്ളം ചലിപ്പിച്ച് കഴിയുമ്പോൾ അതിലിറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും എന്നവന് വിശ്വാസമുണ്ടായിരുന്നു. ഈശോ അവിടേക്ക് കടന്നു വരികയാണ്. അവനോട് ചോദിക്കുന്നു, ഈ 38 വർഷമായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ അവനവിടെ കിടക്കുന്നത്. എന്നിട്ടും ഈശോ ചോദിക്കുകയാണ്, നമ്മളോടും ഇന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? അവൻ പറയുന്നത് പരിഭവവും പരാതിയുമായിരുന്നു. കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നതും കൂടി നല്ലതാണ്. ഈ ഇടമാണ് ബത്സദ കുളക്കടവ്. ദേവാലയത്തിലല്ല, ദേവാലയത്തിൻ്റെ ബലിപീഠത്തിലല്ല, മറിച്ച് ബലിക്കുള്ള ആടുകളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടമാണ് അജകവാടം. ഇതൊരു ബിസിനസ് ഇടമായിട്ട് വേണമെങ്കിൽ കരുതാം. നമ്മുടെ വിശ്വാസ തലങ്ങളിലൊക്കെ
ഇന്ന് നമ്മൾ ദൈവത്തെയും ദൈവത്തിൻ്റെ ശക്തിയിലും ആശ്രയിക്കുന്നത് ദൈവമുള്ളിടത്തോ എത്തേണ്ടിടത്തുമല്ലോ. എങ്കിലും ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇന്ന് നൊവേന കേന്ദ്രങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, അവിടെ ദിവ്യബലിക്കും ആരാധനയ്ക്കും ദൈവവചന പ്രഘോഷണത്തിനുമാണ് പ്രധാന സ്ഥാനം. കാരണം ഈശോ, അതാണ് നമ്മുടെ പ്രധാന സ്ഥാനം. അതിലേക്കാണ് ഈ തപസ് കാലത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടത്. കുരിശിലേക്കാണ്, ക്രൂശിതനിലേക്കാണ്, അവനോടൊപ്പമുള്ള പീഡാസഹന മരണ ഉദ്ധാനത്തിലാണ് നമ്മുടെ യാത്ര. മറ്റിടങ്ങളിലല്ല. അവിടെ കിടക്കുന്നത് ഈശോ അവിടെയും ഈ തപസ് കാലത്തിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ആഗ്രഹമുണ്ടോ? അവൻ പരാതി പറയുന്നുണ്ട്, കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന്. നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവൻ്റെ എങ്കിലും ഈ പ്രത്യാശയുടെ വർഷത്തിൽ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ്. 38 വർഷം ഇസ്രായേൽ ജനം ആ 40 വർഷം മരുഭൂമിയിലൂടെ പ്രവാസ കാലഘട്ടങ്ങളിലൂടെ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാകാം. ദൈവത്തെ നഷ്ടപ്പെടുത്തി നടന്നു പോകുന്ന കാലഘട്ടം, അന്വേഷിക്കേണ്ട ഇടങ്ങളിലും സൗഖ്യം പ്രാപിക്കേണ്ടതും ജീവൻ പ്രാപിക്കേണ്ടതുമായിട്ടുള്ള ഇടങ്ങളെ മാറ്റി നമ്മുടെ തെറ്റായ ചിന്താഗതികളും ധാരണകളും വിശ്വാസ ശൈലികളും ബന്ധങ്ങളും മാറ്റി ഈശോ നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയും ഈശോയിലേക്ക് കടന്നു വരാൻ നമ്മളും ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ, നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. ഈ തപസ് കഴിയുമ്പോൾ ഒരു ഉദ്ധാനത്തിന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുതിയ മനുഷ്യനാകാൻ, ഒരു പുതിയ വ്യക്തിയാകാൻ ആഗ്രഹമുണ്ടോ? ഈശോ പറയുന്നുണ്ട്, നിന്റെ കിടക്കയും എടുത്ത്, നീ കണ്ട സ്വപ്നങ്ങൾ നിന്റെ കിടക്കയിലാണ്, നിന്റെ കണ്ണുനീര് നിന്റെ കിടക്കയിലാണ്, ആരും കാണാതെ നിന്റെ ഹൃദയവ്യതകൾ അറിഞ്ഞത് നിന്റെ കിടക്കയിലാണ്, നിന്റെ പാപങ്ങൾ നടന്നത് നിന്റെ കിടക്കയിലാണ്. ഈ കിടക്കയെടുത്ത് നീ സഞ്ചരിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഒരു പരിവർത്തനവും മാനസാന്തരവുമാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതത്തിലേക്കാണ് ഈശോ നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുക. പിന്നീട് അവനെ കാണുന്നത് ദേവാലയത്തിലാണ്, സഭയിലാണ്, ബലിപീഠത്തിലാണ്, ദിവ്യകാരുണ്യത്തിലാണ് ഈശോയെ കണ്ടെത്തുന്നത്. ആ ഈശോ പറയുന്നു, കൂടുതൽ സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇനി വന്നതല്ല, ഇതിലും വലുത് സംഭവിക്കാതിരിക്കാൻ രോഗം എന്നുള്ളത് ദൈവശിക്ഷയായി കരുതിയിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കാരുണ്യവാനായ ഈശോ പറയുകയാണ്, ദൈവം ശിക്ഷിക്കുന്നില്ല. ദൈവം ഏത് സമയവും സാപത്തിലും വിശ്രമിക്കുന്നതല്ല, ആ സമയത്തും സൗഖ്യം നൽകാൻ, ജീവൻ നൽകാൻ, പാപം മോചിക്കാൻ, തൻ്റെ കരുണ ഒഴുക്കാൻ അവിടുന്ന് തയ്യാറാണ്, സന്നദ്ധനാണ്. ആ ഈശോയിലേക്കാണ് ഈ തപസ്സിൻ്റെ യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ കുരിശിലേക്കാണ്, ഈ കരുണയിലേക്കാണ് നമ്മുടെ യാത്ര. ഇത് ബത്സൈദ കുളക്കടവിൽ നിന്ന്, അജകവാടത്തിൽ നിന്ന് ബലിപീഠത്തിലേക്കുള്ള ഒരു യാത്ര. നമ്മുടെ കച്ചവട മനോഭാവങ്ങളിൽ നിന്ന്, തെറ്റായ വിശ്വാസ ശൈലികളിൽ നിന്ന്, തെറ്റായ രീതികളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി ദൈവ സന്നിധിയിലേക്കുള്ള ഒരു യാത്ര. ഈ യാത്രയുടെ അവസാനം നമുക്കും കർമ്മനിരതനായി ജീവൻ പരിപോഷിപ്പിക്കുന്ന, ഓംനിപ്രസൻസ്, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, ലോകത്തിൻ്റെ പ്രകാശമായ, സത്യമായ, നമ്മുടെ എല്ലാം വിശുദ്ധീകരണമായ ഈശോയിലേക്ക് നമ്മളെ സഞ്ചരിക്കുവാനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോവുകയല്ലേ. ആ ഈശോയിലേക്ക് കടന്നു വരാം. ഈ രാത്രി ഈശോ നിൻ്റെ കിടക്ക, നിൻ്റെ സ്വപ്നങ്ങളുടെയും നിൻ്റെ പ്രതീക്ഷകളുടെയും നിൻ്റെ കണ്ണുനീരിൻ്റെയും നിൻ്റെ പാപത്തിൻ്റെയും കിടക്കയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓർക്കാം, ഇതൊരു പുതിയ ഉയർപ്പിലേക്കുള്ള യാത്രയാണ്, ഒരു പുതിയ പ്രഭാതം. അത് സൗഖ്യദായകനായ, വിമോചകനാഥനായ ഈശോയോടൊപ്പമുള്ള ഒരു പുലരിയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം. നമ്മുടെ ശിരസ് ആവുന്നത്ര നമിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ജീവിത പങ്കാളിയെയും, മക്കളെയും, മാതാപിതാക്കളെയും, നമ്മുടെ സഹോദരങ്ങളെയും, ബന്ധുക്കളെയും, സുഹൃത്തുക്കളെയും, അയൽക്കാരെയും, ലോകം മുഴുവനെയും, ദേശത്തെയും, നമ്മുടെ ഇടവകയും, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും, അകലങ്ങളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ വ്യക്തികളെയും നിയോഗങ്ങളെയും നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ അനുഗ്രഹത്തിന്
ഇനി മേലിൽ ഇതിൽ കൂടുതൽ സംഭവിക്കാതിരിക്കാൻ, പാപം ചെയ്യാതിരിക്കുവാൻ കരുണയോടെ നമ്മളോട് അപേക്ഷിക്കുന്ന ഈശോയോടൊപ്പം നമുക്ക് നിദ്രയിലാകാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് നിറയട്ടെ. കാർമ്മദർശനിലൂടെയും ഈ യൂട്യൂബ് ചാനലിലൂടെ, കർമ്മലിത്ത സഭയിലൂടെ നിങ്ങളെല്ലാവരിലും കൂടുതൽ അനുഗ്രഹങ്ങളും വിടുതലും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണമേ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഓർക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. The Lord grant us a quiet night and perfect night. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.